ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് രണ്ട് വിപ്ലവങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, രണ്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അഥവാ ഗ്ലോറിയസ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിപ്ലവങ്ങളുടെ സെക്ഷൻ അങ്ങ് അവസാനിക്കുകയാണ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ഇതുവരെ പഠിച്ച എല്ലാ വിപ്ലവങ്ങളിൽ കൂടിയും നമ്മൾ ഒന്നുകൂടെ പോകും. അതിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിവിഷൻ ചെയ്യും. അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. അപ്പം ഇന്ന് ശ്രദ്ധിക്കേണ്ടത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവും, ഈ രണ്ട് വിപ്ലവങ്ങളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല PSCയിൽ. അപ്പോൾ നമുക്കിതിനെപ്പറ്റി വളരെ കുറച്ച് ഫാക്റ്റുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി, അറിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, എന്താണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം? ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളിലും നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അത് ചോദിക്കുകയല്ല, ജസ്റ്റ് നമ്മളൊന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇത് ഏത് കാലത്ത് നടന്നതാണെന്നാണ് അടുത്തത് പറയുന്നത്. 1808 മുതൽ 1826 വരെ. ഒന്നുകൂടെ, 1808 മുതൽ 1826 വരെ. ഈ രണ്ട് വർഷങ്ങളിലും 8 എന്ന സംഖ്യ കോമൺ ആയിട്ട് കാണാൻ പറ്റും. 1808 2 ഉണ്ടല്ലേ, 1826 2 എങ്ങനെയാണ്? 1800 എന്ന് പറയുമ്പം 1, 26 എന്ന് പറയുമ്പം 2 6 കൂടെ കൂട്ടുമ്പം 1 കിട്ടുന്നുണ്ടല്ലേ. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. 1808 മുതൽ 1826 വരെ. ഇനി ഇത് എവിടെയൊക്കെയാണ് നടന്നത്? ദക്ഷിണ അമേരിക്ക, മധ്യ അമേരിക്ക, കരീബിയൻ പ്രദേശങ്ങൾ. എവിടെയൊക്കെയാണ്? ദക്ഷിണ അമേരിക്ക, മധ്യ അമേരിക്ക, കരീബിയൻ പ്രദേശങ്ങൾ. ഇത്രയും പറഞ്ഞതിലും വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ അതിന്റെ വർഷം മാത്രമാണ്. 1808 മുതൽ 1826 വരെയാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം നടന്നത്. ഇനി ഇതിനൊരു പ്രധാന ലക്ഷ്യമുണ്ടായിരുന്നു. സ്പാനിഷ്, പോർച്ചുഗൽ തുടങ്ങിയ കോളനികളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക എന്നതായിരുന്നു ഇത് ഈ കലാപത്തിന്റെ അല്ലെങ്കിൽ ഈ വിപ്ലവത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? സ്പാനിഷ്, പോർച്ചുഗീസ് കോളനികളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുക, സ്വാതന്ത്ര്യം നേടുക എന്നതായിരുന്നു ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇനിയെല്ലാം വൺ വേർഡാണ്. തെക്കേ അമേരിക്കയിലെ പ്രാചീന സാംസ്കാരിക ഒരു കേന്ദ്രമുണ്ട്, പ്രാചീന സാംസ്കാരിക കേന്ദ്രം. ആ കേന്ദ്രത്തിന്റെ പേര് മാച്ചു പിച്ചു എന്നാണ്. എന്താണ്? മാച്ചു പിച്ചു. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പെറുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങൾ എന്ന കവിത എഴുതിയ ചിലിയൻ കവി, മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങൾ എന്ന കവിത എഴുതിയ ചിലിയൻ കവിയാണ് പാബ്ലോ നെരൂദ. എന്താണ്? പാബ്ലോ നെരൂദ. ഒന്നുകൂടെ ആ പേര് പറയുക, പാബ്ലോ നെരൂദ. മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങൾ, പാബ്ലോ നെരൂദ. ഇനി സൈമൺ ബൊളിവർ എന്ന് പറയുന്ന ഒരു നേതാവിനെ പറ്റി പഠിക്കാം. അത് ഈ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിമോചകൻ. ഒന്നാമത്തെ പോയിന്റ് ആണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിമോചകൻ. രണ്ടാമത്തെ പോയിന്റ് തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ. ഈ രണ്ട് പേരുകളിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് സൈമൺ ബോളിവർ. ഒന്നുകൂടെ പറയാം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിമോചകൻ, തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ. രണ്ട് പേരാണ്. ഈ രണ്ട് പേരിലും അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു സൈമൺ ബോളിവർ. ഇനി പറയാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും നാളായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഈ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു. ഒന്നുകൂടെ ആ രാജ്യങ്ങളുടെ പേര് പറയാം. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ സ്പെയിനിന്റെ അധികാരത്തിൽ നിന്നും മോചിപ്പിക്കുക. ആ ഉദ്ദേശത്തോടു കൂടി വന്ന ഒരു നേതാവുണ്ട്. ആ നേതാവിന്റെ പേരെന്ത്? ആ പേരാണ് സൈമൺ ബൊളിവർ. സൈമൺ ബൊളിവറുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സ്പെയിനിൽ നിന്നും
ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ മോചിപ്പിക്കാൻ മുന്നോട്ട് വന്ന നേതാവിന്റെ പേര് സൈമൺ ബോളിവർ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെ പറ്റി പഠിക്കാനുള്ളത്. ഇത്രയും ഞാൻ തയ്യാറാക്കിയ നോട്ട്സ് ഉള്ളൂ. ഇതിൽ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം, നമുക്ക് ഇതിൽ നിന്ന് ചോദ്യം വരികയുള്ളൂ എന്ന്. ഇനി നമുക്ക് അടുത്ത വിപ്ലവത്തിലേക്ക് പോകാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അഥവാ ഗ്ലോറിയസ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ പാർലമെന്റ് സംവിധാനം ഉടലെടുത്തത് ആരുടെ കാലത്താണ്? ഇംഗ്ലണ്ടിലെ പാർലമെന്റ് സംവിധാനം ഉടലെടുത്തത് ആരുടെ കാലത്താണ്? ഹെൻറി മൂന്നാമന്റെ കാലത്താണ്. ഇനി ഇംഗ്ലണ്ടിൽ രാജാവിന്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച രാജാവ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒക്കെ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി പഠിച്ചിട്ടുള്ളതാണ്. ആരാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത്? ചാൾസ് ഒന്നാമൻ. ഏതാ വർഷം? 1628. ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഒന്നെന്നോർക്കുക, 6 2 8. 1628 1628. ഇനി 1640 മുതൽ 20 വർഷം വരെ നീണ്ടുനിന്ന പാർലമെന്റ്. 1640 മുതൽ 20 വർഷം വരെ നീണ്ടുനിന്ന പാർലമെന്റ്. നീണ്ടുനിന്ന എന്ന് ആ കീവേഡ് ഓർത്ത് വെക്കുക. നീണ്ടുനിന്ന എന്ന് പറയുമ്പോൾ ലോങ് എന്നോർക്കുക. ലോങ് പാർലമെന്റ്. 1640 മുതൽ 20 വർഷക്കാലം വരെ നീണ്ടുനിന്ന പാർലമെന്റ് ആണ് ലോങ് പാർലമെന്റ്. ട്രൈനിയൽ ആക്ട് 1641 ബന്ധപ്പെട്ട പാർലമെന്റ്. ഇമ്പോർട്ടന്റ് ആണ്. ട്രൈനിയൽ ആക്ട് 1641 ബന്ധപ്പെട്ട പാർലമെന്റ് ഏതാന്ന് ചോദിക്കുമ്പോഴേ ഓർക്കുക, ലോങ് പാർലമെന്റ് ആണ്. ലോങ് പാർലമെന്റ് നിയമം പാസാക്കിയ വർഷം. ലോങ് പാർലമെന്റ് നിയമം പാസാക്കിയ വർഷം 1640. എത്രയാണ്? 1640. ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടിയ ഭരണാധികാരി ആര്? ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടിയ ഭരണാധികാരി ആരാണ്? ചാൾസ് ഒന്നാമൻ. ആരാണ്? ചാൾസ് ഒന്നാമൻ. അപ്പം ഈ ചാൾസ് ഒന്നാമൻ തന്നെയാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത്. അതിന്റെ വർഷം 1628. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ പറ്റി. ഇംഗ്ലണ്ടിൽ നടന്ന ഈ റവല്യൂഷനെ പറ്റി ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി അടുത്ത സെക്ഷൻ എന്തിനെ പറ്റിയായിരിക്കും? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആദ്യമേ അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, പിന്നെ ഇപ്പം ലാറ്റിൻ അമേരിക്കൻ, അതിന് ഒരു 2 ക്വസ്റ്റ്യൻ കാണും. അങ്ങനെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും നടത്തുക. എല്ലാവരും ഇത്രയും വീഡിയോ കാണുക, പെൻഡിങ് ഉള്ളവരും കാണുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം, ആൻസേഴ്സ് പറയാം. അപ്പോൾ അടുത്ത സെക്ഷനോടുകൂടി ഈ വിപ്ലവങ്ങളെല്ലാം തീരുകയാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുക, യൂസ്ഫുൾ ആകും എന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.